ഗൈസ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ 7 തന്നെ ഏറ്റവും ചീപ്പായിട്ടുള്ള, ഒട്ടും നിലവാരം ഇല്ലാത്ത ഒരു കണ്ടസ്റ്റന്റ് ആയിട്ടുള്ള വിശ്വലക്ഷ്മിയെ കുറിച്ചാണ്. വിശ്വലക്ഷ്മിയുടെ ഇഷ്യൂ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ഇത്രയും ചീപ്പായിട്ടുള്ള, എനിക്ക് അറിഞ്ഞൂടാ, തരം താഴ്ന്ന ഗെയിം കളിക്കുന്ന ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് തോന്നുന്നില്ല ഇന്നേ വരെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയ്ക്കകത്ത് വന്നിട്ടില്ല. ആരാണ് ഈ വിശ്വലക്ഷ്മി? ഇവര് ബേസിക്കലി ഒരു മിസ്ആൻഡ്രിസ്റ്റ് ആണ്. എല്ലാ പുരുഷന്മാരും വേസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവർക്ക് പുരുഷന്മാരോടുള്ള ആറ്റിറ്റ്യൂഡൊക്കെ അങ്ങനെയാണ്. അവരൊക്കെ വെറും ഇതാണ്, അവരെ കൊണ്ടൊന്നും പറ്റത്തില്ല, എന്തോ ഭയങ്കര പുച്ഛമാണ് അവരുടെ മുഖത്ത്. അത് അവരുടെ സ്ഥായി ഭാവമാണോന്ന് എനിക്കറിയില്ല. അത് എല്ലാരോടും ഇങ്ങനെയാണോന്ന് എനിക്കറിയില്ല. എന്തായാലും അവരുടെ മുഖത്തുള്ള ഒരു പുച്ഛഭാവം എന്ന് പറയുന്നത് കണ്ടാലും നമുക്ക് അടിച്ചു വിട്ടുകൊടുക്കാൻ തോന്നും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് കമന്റ് ചെയ്യാം കേട്ടോ. ഇങ്ങനെയൊക്കെ പറയാൻ കൊള്ളാമെന്ന് തന്നെ എനിക്കറിയില്ല. പക്ഷെ എനിക്കിത് പറയണം. ഇത് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ചീപ്പാവും. പക്ഷെ ഇതാണ് ശരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. കഴിഞ്ഞ ദിവസം മസ്താനി ഒനിയിൽ അടങ്ങുന്ന ഒരു ടീം അവര് വിജയിച്ചപ്പോൾ അവര് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് മസ്താനി ഫ്രണ്ട് നിൽക്കുന്നുണ്ട്, ബാക്കിൽ ഒനിയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഒനിയിൽ ക്ലാപ്പ് ചെയ്തിട്ട് ഒന്ന് ജസ്റ്റ് അപ്പുറത്തേക്ക് മൂവ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ ബാക്കിലുള്ള ഒരു സംഭവത്തിൽ കാലെന്തോ തട്ടി അങ്ങ് വീഴാൻ പോയപ്പോൾ മസ്താനിയെ ഒന്ന് പിടിച്ചു. ബട്ട് ദാറ്റ് വാസ് റിയലി ആക്സിഡന്റൽ. അത് നമുക്ക് ആ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. ഒനിയിൽ പേർപ്പസ്ഫുള്ളി ചെയ്തതല്ല, ഇത് ആക്സിഡന്റൽ ആയിരുന്നു. മസ്താനി ആ സമയത്ത് അത് ആക്സിഡന്റൽ ആണോ പർപ്പസ്, അത് നമുക്ക് ആർക്കായാലും, അത് ഏതൊരു ലേഡിക്കായാലും സംശയം തോന്നും. നമ്മളിപ്പോ ബസ്സിൽ നിൽക്കുന്ന സമയത്തായാലും ഇപ്പൊ ഒരാൾ നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കും, ഇത് അറിഞ്ഞുകൊണ്ട് തൊട്ടതാണോ അതോ അറിയാതെ തൊട്ടതാണോ നമുക്കറിയത്തില്ല. ബട്ട് നമുക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടാവും. ആൻഡ് ഷീ ഷെയർഡ് വിത്ത് ഒരു വുമൺ, ഒരു സ്ത്രീയുമായിട്ട് അവരത് ഷെയർ ചെയ്തു, അവർ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ അവരെന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നതും അവരെന്താണ് ചെയ്ത് വെച്ചതും എന്നുള്ളതില് അത് നമുക്ക് പറയണം. മസ്താനി മൊനിയിലും ഇടയ്ക്ക് സംഭവിച്ച ഒരു സംഭവം, മസ്താനിയായിരുന്നു അഫക്ട് ചെയ്തത്. അപ്പോൾ ആരാണ് ചോദിക്കേണ്ടത്? മസ്താനിയാണ് ഒനിയിലിനോട് പോയി ചോദിക്കേണ്ടത്, ചേട്ടാ ഇങ്ങനെ ഒരു ടച്ച് ഫെൽറ്റ്, എനിക്ക് ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരുന്നു എന്ന് ചോദിക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ കയറി ലക്ഷ്മിയോട് ഷെയർ ചെയ്തപ്പോൾ ലക്ഷ്മി ചെയ്തത്, ഷി ക്രിയേറ്റഡ് ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ. അതുവരെ അത് സെൻസിറ്റീവ് അല്ലായിരുന്നു. വെൻ ഷി സെഡ്, ആ ഒരു പറഞ്ഞൊരു രീതി, നമ്മളത് ആ ലൈവ് കണ്ടവരാണെങ്കിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും. ആ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, വേർ യുവർ മൈക്ക് കമാൻഡ് ചെയ്യാണ്. അവരുടെ ആ ഒരു ടോട്ടൽ ആറ്റിറ്റ്യൂഡിലും അവർ നടക്കുന്ന ഒരു രീതിയിലും സംസാരിക്കുന്ന രീതിയിലൊക്കെ ഒരു കമാൻഡിങ് ആറ്റിറ്റ്യൂഡ് നമ്മൾ ആദ്യമേ നോട്ട് ചെയ്തിട്ടുണ്ടാവും. വിച്ച് ഇസ് വെരി ഇറിറ്റേറ്റിംഗ്. നിങ്ങൾ മൈക്ക് തിരിക്കൂ, പറയുന്നത് കേൾക്കട്ടെ. ബ്രഷ് ചെയ്തുകൊണ്ട് ഭയങ്കര ദേഷ്യത്തിൽ സംസാരിക്കുകയാണ്. ആൻഡ് പാവ ഒനിയിൽ പോയി മൈക്കിട്ടിട്ട് വന്നു. ഹി ഹാഡ് നോ ഐഡിയ വാട്ട് ഷീ ഈസ് ടോക്കിംഗ്. അപ്പം പോയി മൈക്കിട്ടുകൊണ്ട് വന്നപ്പോൾ വാഷ്റൂമിൽ കുറെ പേരുണ്ട്. ആൻഡ് അവരൊക്കെ നോക്കി നിൽക്കേ, ഷീ വാസ് ഷൗട്ടിങ് അറ്റ്, ഒരുമാതിരി യെല്ല് ചെയ്യായിരുന്നു ഒനീലിനോട്. മോശമായിട്ടുള്ള രീതിക്കാണ് സംസാരിച്ചത്. അത് അപ്രോപ്രിയേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ആരെങ്കിലും ബിഗ് ബോസ് ഹൗസിനകത്ത് പർപ്പസ്ഫുള്ളി വന്നിട്ട് ഒരാളെ, ഒരു സ്ത്രീയെ കടന്നാക്രമിക്കുകയോ ടച്ച് ചെയ്യോ ഗ്രാബ് ചെയ്യോ ഒക്കെ അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇത് എത്രയോ ക്യാമറ വളഞ്ഞിട്ടിരിക്കുന്ന ഒരു വീടാണ്. ആ വീടിനകത്ത് എന്തായാലും ഒരു മനുഷ്യൻ, പുറത്തിനി എങ്ങനെയുള്ള ആളായിക്കോട്ടെ, അകത്ത് വന്ന് ഇത്രയും ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്നതാണ് എന്നുള്ളൊരു മനുഷ്യൻ എന്തായാലും ബോധമുണ്ടാവും. അങ്ങനെ ഒരാൾ ഉറപ്പായിട്ടും അതിനകത്ത് വന്ന് ഇത്തരം തെമ്മാടിത്തരങ്ങൾ കാണിക്കില്ല എന്ന് ലക്ഷ്മിക്ക് അറിയാമായിരുന്നു. എന്നിട്ടും ലക്ഷ്മി ക്രിയേറ്റഡ് എ സൂപ്പർ സീൻ ആൻഡ് അത് കൈവിട്ട് പോയി എന്ന് വേണം പറയാൻ. ലക്ഷ്മി ഇന്ന് പൊരിക്കുന്നത് കാണാനായിട്ട് കാത്തിരിക്കുന്ന ഒരു പ്രേക്ഷകയാണ് ഞാൻ. ലാലേട്ടന്റെ പ്രൊമോ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാലേട്ടൻ എന്തായാലും അവരെ നിർത്തിപ്പൊരിക്കുന്നുണ്ട്. ആ നിർത്തിപ്പൊരിക്കുന്ന സീൻ മസ്താനിയുടെ വിഷയമല്ല. ഇറ്റ് വാസ് ലക്ഷ്മി മുമ്പ് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, നിന്റെയൊക്കെ വീട്ടിൽ പോലും കേട്ടാൻ കൊള്ളാത്തവളുമാരാണ് ഇവർ എന്നുള്ളത്. ഐ എം ടോക്കിംഗ് അബൌട്ട് ആദില നൂറ എന്ന് പറയുന്നത് നമുക്കറിയാം, ലെസ്ബിയൻ കപ്പിൾസ് ആണ്. ലക്ഷ്മി താൻ ചെയ്യുന്ന എന്തൊക്കെയോ ഭയങ്കര സംഭവമാണെന്നാണ് അവരുടെ വിചാരം. പക്ഷെ ഇത് പുറത്തോട്ട് പോകുന്നത് ഏത് രീതിക്കാണെന്ന് ഇവർക്ക് ഒരു ഐഡിയ ഇല്ലാതെയാണ് ഇവർ നിൽക്കുന്നത് അതിനകത്ത്. ഈ LGBTQ കമ്മ്യൂണിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോൾ പുറത്ത് സ്വാഭാവികമായിട്ടും ഒരുപാട് പേർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയെ ഇഷ്ടമല്ലാതിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കുറച്ച് കിട്ടും എന്ന് വിചാരിച്ചിട്ടായിരിക്കും ഈ വിശ്വലക്ഷ്മി ഇതിനകത്ത് നിന്ന് ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഉണ്ടാക്കുന്നത്. പക്ഷെ ഇവരറിയുന്നില്ല എത്രത്തോളം വിഷമാണ് കമ്മ്യൂണിറ്റിക്കുള്ളിലേക്ക് കുത്തിവെക്കുന്നത്. അപ്പൊ അത് ലാലേട്ടൻ ചോദ്യം ചെയ്ത് ഇത് ഇപ്പോഴേ ഇവിടെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ
ഭയങ്കരമായിട്ടുള്ള ഒരു ബാഡ് മെസ്സേജ് ആണ് ബിഗ് ബോസ് ഷോയ്ക്ക് പുറത്തേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഓരോ സീസണിലും നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ജെൻഡർ അല്ലെങ്കിൽ ഒരു ഗേ അല്ലെങ്കിൽ ഒരു ലെസ്ബിയൻ, ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു ലെസ്ബിയൻ കപ്പിൾസ് വരുന്നത്, വിച്ച് ഇസ് ബ്യൂട്ടിഫുൾ. ഇന്നേ വരെ എനിക്കുണ്ടായിരുന്ന ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്താണ്, സെയിം ജെൻഡറിലുള്ള രണ്ടു പേർക്ക് എങ്ങനെയാണ് ഇഷ്ടപ്പെടാൻ പറ്റുക, അവർ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ബോണ്ടിങ് എന്താണ് എന്നൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന രണ്ടുപേരാണ് ആദിലാനുള്ള. നമ്മൾ നോക്കുമ്പോൾ വളരെ നോർമൽ ആയിട്ടുള്ള രണ്ടുപേർ, അവർ തമ്മിൽ എല്ലാം ഷെയർ ചെയ്യുന്നു, ഫുഡ് വാരി കൊടുക്കുന്നു, ബാക്കിയുള്ളവർ വഴക്ക് പറയുകയാണെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നു. നമ്മൾ സൊസൈറ്റിയിൽ എങ്ങനെയാണോ ഓപ്പോസിറ്റ് ജെൻഡേഴ്സ് തമ്മിൽ ഇഷ്ടപ്പെട്ട് അവരെങ്ങനെയാണോ നോർമലായിട്ട് പോകുന്നത്, മേ ബി അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബിക്കോസ് ദേ ആർ സോ ഹാപ്പി. എന്ത് കെയറിങ് ആയിട്ടാണ് അവർ കൊണ്ടുപോകുന്നത് നമുക്ക് അതിൽ കൂടെ നമുക്ക് വ്യക്തമാണ്. ഈ പറയുന്ന കമ്മ്യൂണിറ്റി എന്താണ് എന്ന് കാണിച്ചു തരാൻ ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയിട്ടുണ്ട്. മോർ ഓവർ അങ്ങനെ മാറ്റി നിർത്തിയിട്ട് അവർ രണ്ടുപേരും രണ്ട് മനുഷ്യന്മാരാണ്, രണ്ട് വ്യക്തികളാണ്. ഈ ലക്ഷ്മി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്തോ, നിന്റെയൊക്കെ വീട്ടിൽ പോലും കേറ്റാൻ കൊള്ളാത്തവളുമാരാണ്, അതായത് ദേ ആർ നോട്ട് ഗുഡ്. അവരെന്തോ ഭയങ്കര സിൻ ചെയ്ത് സൊസൈറ്റി മൊത്തത്തിൽ ആട്ടി ഓടിച്ച് അവരെന്തോ ഭയങ്കര കുറ്റം ചെയ്ത് ആരോ കൊലപാതകം ചെയ്ത് അങ്ങനെയുള്ള ആൾക്കാരെ പോലെയാണ് ഈ ലക്ഷ്മി അന്ന് ചെയ്ത ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. വളരെ മോശമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, വിച്ച് ലാലേട്ടൻ ചോദിച്ചിരിക്കുകയാണ്. പ്രൊമോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അവര് നിന്ന് ഉരുവും. ഇല്ലെങ്കിൽ നമ്മൾ സ്ഥിരം ലക്ഷ്മിയുടെ മുഖത്ത് കാണുന്ന ആ ഒരു സ്ഥായിഭാവം, പുച്ഛഭാവം ഉണ്ടല്ലോ, അത് കാണുമ്പോ സത്യം പറഞ്ഞ വീട്ടിൽ ഇരുന്നത് കാണുന്ന നമുക്കൊക്കെ അടിച്ച് വിട്ടുകൊടുക്കാനാണ് തോന്നുന്നത്. ഇവരുടെ കൂടെ ജീവിക്കുന്ന മനുഷ്യന്മാർ അന്ധനായിരിക്കണം, മൂകനായിരിക്കണം, ബധിരനായിരിക്കണം, പറ്റുമെങ്കിൽ അംഗവൈകല്യമുള്ള ആൾക്കാരായിരിക്കണം. എന്നാലേ ഒന്നും മിണ്ടാതെ കേൾക്കാതെയും കാണാതെയും ഒരു സ്ഥലത്ത് അടങ്ങി ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. അത് നമ്മൾ പ്രതികരിക്കേണ്ട, ഇവർ പറയണ എന്താണോ അതങ്ങ് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ഡോമിനേഷൻ ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. സോ ദാറ്റ് ഇസ് വൈ ഐ സേ ഷീ ഈസ് എ മിസാൻഡ്രിസ്റ്റ്, ഹോമോഫോബിക് ആണ്. ഓക്കെ, അവർക്ക് ഈ ഒരു കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ല, ഇവർക്ക് പുരുഷന്മാരെ ഇഷ്ടമല്ല. ഇവരെന്തിനാണ് ഇങ്ങനെ ഒരു ലക്ഷക്കണക്കിന് ജനങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോയ്ക്ക് അകത്ത് കയറി വന്ന് ഇത്തരം വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവളുമാരാണ്, അതായത് കയറ്റാൻ കൊള്ളാത്തവളുമാരാണെന്ന് തീരുമാനിക്കുന്നത് ഇവരാണ്. ലാലേട്ടന്റെ വീട്ടിൽ ഞാൻ കയറ്റുമല്ലോ എന്ന് ലാലേട്ടൻ പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് ലാലേട്ടൻ ഇവരെ വീട്ടിൽ ഇൻവൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ലാലേട്ടൻ ഷുഡ് വിസിറ്റ് ദെയർ ഹോം. അപ്പൊ അങ്ങനെയൊന്നും പറയാൻ ഇവർക്ക് സത്യം പറഞ്ഞ ഒരു റൈറ്റും ഇല്ല. ഇവരാരാ ശരിക്കും? ഇവരെന്തൊക്കെയോ ആണെന്നുള്ള ഒരു വിചാരമാണ് ഇവർക്കുള്ളത്. ഇത് സത്യം പറഞ്ഞ ഒരു തേങ്ങയല്ല. ഇവർക്കൊന്ന് ആരെങ്കിലും ഒന്ന് മനസ്സിലാക്കി കൊടുത്തിരുന്നെങ്കിൽ എന്ന് പലവട്ടം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതൊന്നും മിക്കവാറും അവർക്ക് മനസ്സിലാവും. വയൽക്കാടായിട്ട് വന്ന് എന്തൊക്കെയോ ഭയങ്കര ഉണ്ടാക്കിയ പ്ലാനിങ് ഒക്കെ ചെയ്തതായിരുന്നു. ഇന്ന ഗ്രൂപ്പിനെ പൊളിക്കണം, ആ ഗ്രൂപ്പിനെ പൊളിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചോദ്യം ചെയ്യും, ഞാൻ ഇത് ചോദ്യം ചെയ്യും, അവരെ മാറ്റും. അവരെ മാറ്റാൻ ഇവരാരാ? ഇവരുടെ ഒരു ഷോ കാരണം ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയുടെ ഒരു നിലവാരമാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് ബിഗ് ബോസ് ഒന്ന് മനസ്സിലാക്കി ആ വാതിലൊന്ന് തുറന്നു കൊടുക്കൂ പ്ലീസ്. അങ്ങ് വിട്ടേക്കണം. എന്തിനാണ് ഇത് ഈവറ്റകളെയൊക്കെ പിടിച്ച് ഇതിനകത്തിരിക്കുന്നത്? ഒരു കാര്യമില്ലാതെ. ദ വേ ഷീ ടോക്ട് ടു ഒനീൽ, ഇറ്റ് വാസ് വെരി ബാഡ്. അയാളെ ക്യാരക്ടർ അസാസിൻ ചെയ്തിരിക്കുകയാണ്. ആള് പറയുന്നുണ്ട് ആളുടെ വീട്ടില് ആള് സിംഗിൾ ആണ്, ഇതുവരെ മാരീഡ് അല്ല. അപ്പൊ അമ്മയുണ്ട്. ഇത്ര ആൾക്കാരും തന്റെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ ഇത് കാണുമ്പോഴത്തേക്കും തന്നെ കുറിച്ച് എന്താണ് വിചാരിക്കുക എന്നുള്ളൊരു രീതിയിൽ ഒനിയിൽ പറയുന്നുണ്ട്. ശരിക്കും പാവം തോന്നി കേട്ടോ ആ മനുഷ്യനോട്. ഹിസ് എ ഹ്യൂമൻ എന്ന് ചില സിറ്റുവേഷൻ നമുക്ക് കാണുമ്പോഴാണ് ആളുടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ആൻഡ് ഈ സെഡ് സോറി. ആ ഒരു സമയത്ത് തന്നെ മസ്താനിനോട് സോറി പറയുന്നുണ്ട്. ബിക്കോസ് അത് ആക്സിഡന്റലായി നടന്നൊരു സംഭവമാണ്. അതിന് ഇത്രയും വലിയ സീനാക്കി ഒരു പുരുഷനിങ്ങനെ, അതിപ്പോ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമും കൂടെ ആകുമ്പോഴത്തേക്കും എന്തോരം ട്രോമയാണ് പുള്ളിക്കാരൻ ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തോരം നാണക്കേടാണ് ആ ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് വൈ ഷീ ഈസ് നോട്ട് തിങ്കിങ്. മനുഷ്യനല്ലേ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. വേ ഷീ ക്രിയേറ്റഡ് ദാറ്റ് സീൻ ഇസ് ഭയങ്കര ഗ്രാവിറ്റിയിലായി പോയി. അവർക്ക് കണക്കിന് കിട്ടി വയറ് വീത്ത്. എന്തായാലും അത് നമുക്ക് ആ പ്രൊമോ കാണുമ്പോൾ മനസ്സിലാവും. ഇനി പ്രൊമോയിൽ ഫയർ ആയിട്ട് ഇനി എപ്പിസോഡിൽ ഫ്ലവർ ആവാനുള്ള ഇതാണോന്ന് എനിക്കറിയില്ല. സാധാരണ അങ്ങനെയാണ്, പ്രൊമോയിൽ കയറി പ്രൊമോ ഒന്ന് പെരിപ്പിച്ചിട്ട് നമ്മൾ എപ്പിസോഡ് കാണുമ്പോൾ ഇത്രേ ഉള്ളൂ എന്ന് തോന്നും. ഇത്തവണ ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്തായാലും നല്ല രീതിക്ക് അവർക്ക് കൊടുത്തിട്ടുണ്ടാവണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പൊ ഒനീലിന് അത് ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ഒനീൽ കൺഫെഷൻ റൂമിൽ പോയി കരയുന്നുണ്ട്. ആൾക്കത് വളരെ മോശമായിട്ടുള്ള രീതിയിൽ അഫക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്താണ് ലക്ഷ്മിനെ കുറിച്ച് തോന്നുന്നത്? അത് നിങ്ങൾ കമന്റ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.